നമസ്കാരം. അയോധ്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീ അണയ്ക്കാനാണ് സാദിഖ് അലി തങ്ങൾ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എതിരാളികളുടെ ലക്ഷ്യം വിദ്വേഷത്തിന്റെ ക്യാമ്പയിനാണെന്നും ഭിന്നിപ്പുണ്ടാക്കി മുതലെടുപ്പ് നടത്താനുമുള്ള ശ്രമമാണെന്നും അത് നടക്കാത്തതിന്റെ പേരിലാണ് വിമർശനവുമെന്നാണ് വി.ഡി. സതീശൻ ഇപ്പോൾ അയോധ്യ രാമക്ഷേത്ര വിഷയവുമായി ബന്ധപ്പെട്ട് സാദിഖ് അലി തങ്ങൾ നടത്തിയിട്ടുള്ള പ്രസംഗത്തിന്റെ വിവാദ സാഹചര്യത്തിൽ പ്രതികരിക്കുന്നത്. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം നടത്തിയത് പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമമായിരുന്നുവെന്ന് പ്രതികരിച്ചത്. അയോധ്യയുമായി ബന്ധപ്പെട്ട് എല്ലാവരും വെള്ളത്തിന് തീ പിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആ തീ അണയ്ക്കാൻ വേണ്ടി സാദിഖ് അലി തങ്ങൾ സംസാരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇരുവശങ്ങളിലുമുള്ള തീവ്രവാദ സ്വഭാവമുള്ള ആളുകളിലേക്ക് വിഷയം എത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ് സാദിഖ് അലി തങ്ങൾ ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളത്തിന് തീ പിടിപ്പിക്കാൻ തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ ശ്രമിക്കുന്ന കാലത്ത് സമാധാനത്തിന് വേണ്ടി സംസാരിക്കുന്നത് തന്നെ വലിയ കാര്യമാണ് എന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. 3 സീറ്റ് എന്നത് ലീഗിന്റെ അർഹതപ്പെട്ട ആവശ്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അതിനെ ഒരിക്കലും കോൺഗ്രസ് ചോദ്യം ചെയ്യില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം കേരളത്തിൽ വീണ്ടും രാമക്ഷേത്രവും അയോധ്യയും ബി.ജെ.പിയുമെല്ലാം ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ്. അയോധ്യയിലെ രാമക്ഷേത്രവും നിർമ്മിക്കാൻ പോകുന്ന മസ്ജിദും മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ നടത്തിയ പ്രസംഗമാണ് ഈ വിഷയം കൂടുതൽ ശക്തമാകാനുള്ള കാരണമായിരിക്കുന്നത്. സാദിഖ് അലി തങ്ങൾ ഇത്തരമൊരു പ്രസംഗം നടത്തിയതിന് പിന്നാലെ അദ്ദേഹം ബി.ജെ.പി ഭാഷയിലാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഇപ്പോൾ ഉയരുന്നത്. ജനുവരി 24-ന് മഞ്ചേരിക്ക് സമീപം പുൽപ്പറ്റയിൽ തങ്ങൾ നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ ഈ ചർച്ചാ വിഷയത്തിന് കാരണമായി മാറുന്നത്. ബാബറി മസ്ജിദ് തകർത്ത സ്ഥാനത്ത് സംഘപരിവാർ കെട്ടിപ്പടുത്ത രാമക്ഷേത്രം മതേതരത്വത്തെ ശക്തിപ്പെടുത്തുമെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവന RSS ഭാഷ്യം കടമെടുത്തുകൊണ്ടുള്ളതാണ് എന്ന് INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ പറയുന്നു. അയോധ്യയിലെ രാമക്ഷേത്രം രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളുടെ ആവശ്യം എന്ന സാദിഖ് അലി തങ്ങളുടെ പരാമർശത്തിനെതിരെയാണ് INL നേതാവ് അബ്ദുൾ അസീസ് രംഗത്തേക്ക് വന്നത്. ഇങ്ങനെ വിമർശനങ്ങൾ പലതരത്തിൽ നീളുകയാണ്. ഗാന്ധിയുടെ രാമരാജ്യമല്ല RSSന്റേത്. രാഷ്ട്രീയ നേതാക്കന്മാർ അത് അറിയാത്തവരല്ല. എന്നിട്ടും ലീഗ് അണികളെ നേതാക്കൾ മണ്ടന്മാരാക്കുകയാണ് എന്നും INL ആരോപിക്കുന്നു. കഴിഞ്ഞ മാസം 22-ന് സാദിഖ് അലി തങ്ങൾ നടത്തിയ പ്രസംഗത്തിലാണ് അയോധ്യയിലെ രാമക്ഷേത്രം രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളുടെയും ആവശ്യം ആണെന്ന് അഭിപ്രായപ്പെട്ടത്. ലീഗിന്റേത് മൃദു ഹിന്ദുത്വ നിലപാടും RSS അനുകൂല നിലപാടുമാണെന്ന് INL നേതാവ് അബ്ദുൾ അസീസ് ഇതിനെ കുറ്റപ്പെടുത്തി രംഗത്തേക്ക് വന്നു. ബാബറി തകർത്ത സ്ഥലത്തുണ്ടാക്കിയ ക്ഷേത്രം അഭിമാനകരമാണ് എന്ന പരാമർശം നടത്തുന്നത് മുസ്ലിങ്ങൾക്ക് അപമാനകരമാണ് എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് സംഘപരിവാർ കെട്ടിപ്പടുത്ത രാമക്ഷേത്രം മതേതരത്വത്തെ ശക്തിപ്പെടുത്തുമെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവന RSS ഭാഷ്യം കടമെടുത്തുകൊണ്ടാണ് എന്നും INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ കുറ്റപ്പെടുത്തി. അയോധ്യയിൽ രാമക്ഷേത്രം പണിതത് രാഷ്ട്രീയ നേട്ടം കൈക്കൊള്ളാനുള്ള ബി.ജെ.പിയുടെ ദുഷ്ടലാക്കിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്ത സാദിഖ് അലിയുടെ വിവരക്കേടുകളുടെ വിളംബരം അണികളെ പ്രകോപിതനാക്കിയതിനാൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്തായാലും അയോധ്യ വിഷയത്തിൽ സാദിഖ് അലി തങ്ങൾ നടത്തിയിട്ടുള്ള പരാമർശം വലിയ വിവാദത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രതികൂലിച്ചും അനുകൂലിച്ചും നിരവധി പേർ രംഗത്തേക്ക് വരികയാണ്. ബി.ജെ.പിയുടെ തന്ത്രമാണ് അയോധ്യ രാമക്ഷേത്രം എന്ന രീതിയിലാണ് ഇപ്പോൾ സാദിഖ് അലി തങ്ങളുടെ പ്രസംഗത്തെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ബി.ജെ.പിക്കെതിരെയും അയോധ്യക്കെതിരെയും സാദിഖ് അലി തങ്ങൾക്കെതിരെയും എല്ലാം പ്രതിഷേധങ്ങളും വിമർശനങ്ങളും എല്ലാം ഉയർത്തുന്നത്. എന്തായാലും ഈ ഒരു വിഷയം വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചർച്ചയാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്.